ഈവനിംഗ് എഡിഷനിലേക്ക് വീണ്ടും. വിലങ്ങാട് ദുരന്തബാധിതമായ മേഖലകളിൽ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. സർക്കാർ കുടിശ്ശികകൾക്കും റവന്യൂ റിക്കവറി നടപടികൾക്കും മൊറട്ടോറിയം ബാധകമാണ്. ആഷിഖ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, എങ്ങനെ കാണാം ഇപ്പോൾ ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ച നടപടിയെ? സൈഫുദ്ദീൻ, 7 മാസം മുമ്പാണ് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായി വലിയ ദുരന്തം ഉണ്ടാകുന്നതും വലിയ ദുരിതബാധിതരായ ഒട്ടനവധി പേർ ദുരന്തത്തിന്റെ ഇരകളാവുകയും ചെയ്യുന്നത്. തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങളടക്കം വൈകുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയും ദുരന്തബാധിതർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം, വായ്പകൾക്കടക്കം മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ഈ ആവശ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ ഘട്ടത്തിൽ ഈ നിലയിലൊരു നടപടിയിലേക്ക് പോകുന്നത്. റവന്യൂ വകുപ്പ് വിലങ്ങാട് ദുരന്തബാധിതരായിട്ടുള്ള വില്ലേജുകളിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദുരിതബാധിച്ചിട്ടുള്ള 9 വില്ലേജുകളിലാണ് മൊറട്ടോറിയം ഉള്ളത്. അത് എടച്ചേരി, വാണിമേൽ, നാദാപുരം, വിലങ്ങാട്, നരിപ്പറ്റ, തൂണേരി, വളയം, ചെക്കിയാട്, തീനൂർ എന്നീ വില്ലേജുകളിലാണ് ഇപ്പോൾ മൊറട്ടോറിയം ബാധകമായിട്ടുള്ളത്. വായ്പകളിന്മേലും സർക്കാർ കുടിശ്ശികയിന്മേലും അതിന്മേലുള്ള റവന്യൂ റിക്കവറി നടപടികളിന്മേലുമാണ് ഇപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. റവന്യൂ റിക്കവറി ആക്ട് 1968 സെക്ഷൻ 83B പ്രകാരമാണ് നിലവിൽ റിക്കവറി മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദുരന്തബാധിതർക്ക് വലിയ ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് ഈ ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും നിരന്തരം ദീർഘകാലത്തെ ഒരാവശ്യം എന്ന നിലയിൽ ദുരന്തബാധിതർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനം എന്ന് തന്നെ വിലയിരുത്താം.